UDFന്റെ പട്ടാഭിഷേകത്തിന് കാത്തിരിക്കുകയാണ് കേരളം. മെയ് 4 ഉച്ചയോടെ കേരളം ആര് ഭരിക്കും എന്ന കാര്യത്തിൽ ജനം വിധി പറയും. നിലവിൽ 90 സീറ്റുകളിൽ അധികം നേടി UDF കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ആര് നയിക്കുമെന്ന ചർച്ചകൾ കൊടുമ്പിരികൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിനു പുറമെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള റേസിൽ രമേശ് ചെന്നിത്തലയും ഒപ്പമുണ്ട്. കോൺഗ്രസിന്റെ ജയിച്ചു വരുന്ന MLA-മാരുടെ ഭൂരിപക്ഷം കിട്ടുന്ന നേതാവായിരിക്കും പാർട്ടിയെ നയിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചുവട് മുന്നിലാണ് KC നിൽക്കുന്നത്. ഏറെ ചർച്ചകൾക്കൊടുവിലാണ് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് പൂർത്തിയാക്കിയത് തന്നെ. ഈ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് ഉണ്ടായത് രണ്ട് കാര്യങ്ങളാണ്. കോൺഗ്രസിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയായി KC വേണുഗോപാൽ മാറിക്കഴിഞ്ഞു. 2, മുഖ്യമന്ത്രി കസേരയിൽ വലിയ അട്ടിമറികൾ നടന്നില്ലെങ്കിൽ KC വേണുഗോപാൽ തന്നെ ഇരിക്കും. ഏറെ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ സീറ്റ് ലഭിച്ചവരിൽ കൂടുതൽ പേരും KCയോടൊപ്പം നിൽക്കുന്നവരാണ്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ സംസ്ഥാന കോൺഗ്രസിൽ നിർണായക സ്വാധീനം ചെലുത്താൻ KC വേണുഗോപാലിന് ആയിട്ടുണ്ട്. അതിനാൽ പട്ടികയിൽ KCയോട് അടുപ്പമുള്ളവരുടെ പ്രാതിനിധ്യം സ്വാഭാവികമായും കൂടുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. VD സതീശനെതിരെ നിൽക്കുന്ന അസംതൃപ്ത വിഭാഗത്തെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഈ അടുത്ത കാലത്ത് A ഗ്രൂപ്പിൽ നിന്നും I ഗ്രൂപ്പിൽ നിന്നും ഏറെ പേരാണ് KC പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാരമ്പര്യ കോൺഗ്രസ് വോട്ട് ബാങ്കിനേക്കാൾ ഉപരി നിലപാടുകളുടെ ബലത്തിൽ സ്വാധീനമുറപ്പിച്ച VD സതീശനോടൊപ്പം ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇല്ലാത്തവരും A ഗ്രൂപ്പിലെ ചെറുവിഭാഗവും നിലയുറപ്പിച്ചിട്ടുണ്ട്. K കരുണാകരൻ പാർട്ടി വിട്ടപ്പോൾ വിശാല I ഗ്രൂപ്പ് ഉണ്ടാക്കി ശക്തി തെളിയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് പക്ഷേ KCയുടെ അപ്രമാദിത്വത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. പരമ്പരാഗത A ഗ്രൂപ്പ് എന്നത് AK ആന്റണിയുടെ പേരിൽ ഉമ്മൻചാണ്ടി പോറ്റി വളർത്തിയ ഗ്രൂപ്പാണ്. ഉമ്മൻചാണ്ടിയുടെ അവസാന കാലം തന്നെ ഈ ഗ്രൂപ്പ് ശിഥിലമായിരുന്നു. പല നേതൃതട്ടുകളിലാണ് ഇന്ന് ഗ്രൂപ്പിന്റെ പ്രവർത്തനം നിൽക്കുന്നത്. MM ഹസൻ, KC ജോസഫ്, ബെന്നി ബെഹനാൻ തുടങ്ങിയവരാണ് ഈ ചേരിയിൽ ഇപ്പോഴും സജീവമായുള്ളവർ. കണ്ണൂരിൽ പാർട്ടിക്കുപരിയുള്ള സ്വാധീനവും സംഘശേഷിയും സൃഷ്ടിച്ച K സുധാകരന്റെ സാന്നിധ്യം കൂടി ഗ്രൂപ്പ് പരിഗണനയിൽ ചേർക്കേണ്ടതുണ്ട്. KPCC അധ്യക്ഷനായ ശേഷമാണ് K സുധാകരന്റെ അനുയായി വൃന്ദത്തിന് ഗ്രൂപ്പ് രൂപം കൈവന്നത്. I ഗ്രൂപ്പിലെ മുരളീധരൻ ചേരിയും തിരുവഞ്ചൂരിന്റെ A ഗ്രൂപ്പ് ചേരിയും T സിദ്ദിഖ് ടീമും തരൂർ ഫാൻസുകാരും കൂടി ചേരുന്നതോടെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യം പൂർണ്ണമാകും. ഈ പറഞ്ഞ ഗ്രൂപ്പുകൾക്ക് മുകളിലാണ് ഇപ്പോൾ KCയുടെ സ്വാധീനം. അതുകൊണ്ട് സ്വാഭാവികമായും ജയിച്ചു വരുന്ന നേതാക്കന്മാർ KCക്ക് ചുറ്റും കൂടുന്നത് മറ്റു ഗ്രൂപ്പുകൾക്ക് തടയാൻ സാധിക്കില്ല എന്നും ഉറപ്പാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന 92 സീറ്റുകളിൽ 3-1 KC പക്ഷമാണ് സ്വന്തമാക്കിയത്. തൃശൂർ ജില്ലയിലാണ് വേണുഗോപാലിനോട് അടുപ്പമുള്ളവർ ഏറ്റവും കൂടുതൽ ജനവിധി തേടുന്നത്. ആകെ 5 പേരാണ് ജനവിധി തേടുന്നത്. ഇതിൽ 3 പാർട്ടിയുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ്. കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിൽ 3 പേർ വീതവും മലപ്പുറം, പാലക്കാട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ 2 പേർ വീതവും KC ഗ്രൂപ്പിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. എറണാകുളത്ത് മാത്രമാണ് KC പക്ഷത്തിന് സ്വാധീനം കുറവുള്ളത്. ഒരു ജനപ്രതിനിധി മാത്രമാണ് ഇവിടെ വീണ്ടും ജനവിധി തേടുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ അനാഥമായെന്ന് കരുതിയ A ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ രണ്ടാമതെത്തി ഏവരെയും ഞെട്ടിച്ചു. 21 പേരാണ് A ഗ്രൂപ്പിന്റെ ഭാഗമായി മത്സരിക്കുന്നത്. യുവനേതാവ് ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ കരുനീക്കങ്ങളാണ് A ഗ്രൂപ്പിന് തുണയായത്. എറണാകുളം ജില്ലയിൽ 5 പേർക്ക് സീറ്റ് ഉറപ്പിക്കാൻ ഈ പക്ഷത്തിന് കഴിഞ്ഞു. എന്നാൽ കൃത്യമായൊരു നാഥനില്ലാത്തതിനാൽ ഇവരിൽ പലരും തെരഞ്ഞെടുപ്പിന് ശേഷം KC പക്ഷത്തോട് ചേക്കേറാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന സൂചന. ഈ ഘടകവും ചേരുമ്പോൾ KC വേണുഗോപാലിന് നറുക്ക് വീഴുമെന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം.